തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ കൊലപാതകം. ഇരിഞ്ഞാലക്കുട സ്വദേശി അഭിഷേകാണ് കൊല്ലപ്പെട്ടത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അഭിഷേകിനെ അന്തേവാസിയായ 15-കാരൻ തലക്കടിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 6:30യോടുകൂടിയാണ് സംഭവമുണ്ടായത്. കെ അഖിൽ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അഖിൽ, എന്താണ് സംഭവിച്ചത്? എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയുന്നത്? ദിവ്യ, ഇന്ന് പുലർച്ചെ അതായത് 6:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ കൊല്ലപ്പെട്ട അഭിഷേകും ഈ 15 വയസ്സുകാരൻ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഇന്ന് രാവിലെ ആയപ്പോൾ ഈ അഭിഷേകിനെ തിരഞ്ഞ് പയ്യൻ നടത്തുകയും ചുറ്റിക കൊണ്ടാണ് തലക്കടിച്ചത് എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരമെന്ന് പറയുന്നത്. ഈ അഭിഷേകിന്റെ തലയ്ക്ക് ഈ 15 വയസ്സുകാരൻ ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഈ അടി കൊണ്ട പയ്യൻ മരണപ്പെടുകയും ചെയ്തു. മൃതദേഹം നിലവിൽ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ രണ്ടുപേരും പ്രായപൂർത്തിയാവാത്തവരാണ്. ഇത് ചിൽഡ്രൻസ് ഹോമാണ്. അതായത് ഈ ആരോരും ഇല്ലാത്ത കുട്ടികളെ പരിചരിച്ചു പോരുന്ന ആ ഒരു തൃശ്ശൂരിലെ ചിൽഡ്രൻസ് ഹോമിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് ഇന്ന് രാവിലെയായിരുന്നു ഇതുണ്ടായത്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ള സംഭവം. ഇന്നലെ രാത്രി മുതൽ ഇവർ തമ്മിലൊരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നം ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് പോകുമെന്ന് അവർ കരുതിയിരുന്നില്ല. ഈ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അഭിഷേക് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ 15 വയസ്സുകാരൻ ചുറ്റിക കൊണ്ട് തലക്കടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും രണ്ടുപേരും പ്രായപൂർത്തിയാവാത്തവരാണ്. ഈ കുട്ടിയെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ദിവ്യ, യെസ് അഖിൽ, ഏറെ നാളായി ഇരുവരും ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികളായിരുന്നു. കുറച്ചു കാലമായി ഇരുവരും ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികളൊക്കെ തന്നെയാണ്. മുൻപ്, അതായത് കുറെ കാലങ്ങളായി ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായൊന്നും പറയപ്പെടുന്നില്ല. പക്ഷേ ഈ ഇന്നലെ രാത്രി ഇവർ തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ, ചില കാര്യങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ചില വാക്കുതർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ വാക്കുതർക്കങ്ങളാണ് ഇന്ന് കാലത്ത് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക്, രാവിലെയുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. മറ്റു കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്തായാലും പുറത്തേക്ക് വന്നിട്ടില്ല. ഇത് ചിൽഡ്രൻസ് ഹോമിനകത്തായിരുന്നു. ഇന്ന് രാവിലെ 6:00 ഈ സംഭവം ഉണ്ടായതെന്നും അധികൃതർ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. അത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതാണ്. ചുറ്റിക കൊണ്ടായിരുന്നു തലക്കടിച്ചത് എന്നുള്ള കാര്യം കൂടി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ദിവ്യ, യെസ് അഖിൽ, അവിടെ ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് തന്നെ, അതായത് ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസ് എത്തി തുടർ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ദിവ്യ, തീർച്ചയായും പോലീസ് കുറച്ച് അല്പസമയം മുമ്പ് തന്നെ പോലീസ് എത്തിയിട്ടുണ്ട്. അവർ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ച് വരികയാണ്. തൃശൂർ രാമവർമ്മപുരത്തുള്ള ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലാണ് ഈ രാവിലെ ഇത്തരത്തിൽ അതിദാരുണമായ സംഭവം ഉണ്ടായത്. രണ്ടുപേരും പ്രായപൂർത്തിയാകാത്തവരാണ്. ഇത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പരിപാലിക്കുന്ന ഒരു കേന്ദ്രമാണ്. പ്രായപൂർത്തിയാകാത്ത 18 വയസ്സ് കഴിഞ്ഞാൽ ഈ ചിൽഡ്രൻസ് പുറത്തേക്ക് പോകണം. അത്തരത്തിലൊരു കേന്ദ്രമാണ്. അവിടെ കുറച്ചു കാലമായി തന്നെ ഉള്ളവരാണ് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ അതുകൊണ്ട് പക്ഷേ അത്ര കുറച്ചു കാലമായി ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ അത്ര വലിയ പ്രശ്നങ്ങൾ, അതായത് കുറെ കാലമായി ഉള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി പക്ഷേ ഇരുവരും തമ്മിലൊരു പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നം തന്നെയാണ്, ഇന്നലെ ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കം തന്നെയാണ് രാവിലത്തെ കൊലപാതകത്തിൽ ലയിച്ചത് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചുറ്റിക കൊണ്ടാണ് ഈ കുട്ടിയുടെ അഭിഷേകിന്റെ തലക്കടിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അഭിഷേക് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. നമുക്കറിയാം, രാവിലെ 6:30 എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്ന ഒരു സമയമായിരിക്കും. ഈ രാവിലെ ഇത്തരത്തിൽ അഭിഷേകിനെ തിരഞ്ഞ്, അതായത് അഭിഷേക് എവിടെയെന്ന് ചോദിച്ച് ഈ 15 വയസ്സുകാരൻ അത് നടന്നതായൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ദിവ്യ, യെസ്, തൃശൂർ സർക്കാർ ചിൽഡ്രൻസ് ഹോമിലാണ് കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട സ്വദേശിയായ അഭിഷേകാണ് കൊല്ലപ്പെട്ടത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അഭിഷേകിന്റെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അന്തേവാസിയായ 15-കാരൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്നാണ്. ഇരുവരും തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് അറിയുന്നത്. പുലർച്ചെയായിരുന്നു കൊലപാതകം. വിശദാംശങ്ങളാണ് കെ അഖിൽ നൽകിയത്.